ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 7-ാം അധ്യായം 22-ാം വാക്യം. നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതെല്ലാം ചെന്ന് യോഹന്നാനെ അറിയിക്കുക. ഈശോ യോഹന്നാന്റെ ശിഷ്യന്മാരോട് പറയുന്ന വാക്കുകളാണ്. യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ ഈശോയുടെ പക്കലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. വരാനിരിക്കുന്നവൻ നീ തന്നെയോ എന്നറിയാനായിട്ട് ഈ ശിഷ്യന്മാരെ പറഞ്ഞു വിടുന്നത്. ഇത് വന്ന് ചോദിച്ചപ്പോൾ ഈശോ യോഹന്നാന്റെ ശിഷ്യന്മാരോട് പറയതേ, നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും പോയി യോഹന്നാനോട് പറയുക. കൃത്യമായിട്ടോ യോഹന്നാന് അത് മനസ്സിലാകും. ഈശോയെ മനസ്സിലാക്കണമെങ്കിൽ, ഈശോയെ കാണാനായിട്ട്, ഈശോയെ കേൾക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഈശോയെ അനുഭവിച്ച് അറിയണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഭവം നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നില്ല. മിശിഹായെ അനുഭവിച്ചറിയുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോവുക. അതുകൊണ്ടാണ് ആ വിശ്വാസം, ആ സ്നേഹം കുറഞ്ഞു പോകും. നമുക്കറിയാം, അനുഭവിച്ചറിയുമ്പോൾ ആഴമായ സ്നേഹം ഉണ്ടായിരിക്കും. മാതാപിതാക്കളുടെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നത്, അല്ലെ, അത് എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടു പോവോ? അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. കാരണം നമ്മൾ അനുഭവിച്ചറിഞ്ഞതാ. എന്റെ ഈശോയുടെ സ്നേഹം ഞാൻ എൻ്റെ ജീവിതത്തില് അനുഭവിച്ചറിഞ്ഞാല് ഒരിക്കലും എനിക്കത് നഷ്ടപ്പെട്ടു പോകത്തില്ല. ജീവിതത്തിന്റെ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും എൻ്റെ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാനായിട്ട് സാധിക്കും. പക്ഷെ പലപ്പോഴും നമുക്കൊക്കെ എന്താ സാധിക്കുന്നത്? നമ്മുടെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഒരിക്കലും മിശിഹായുടെ സ്നേഹം അനുഭവിച്ചറിയുന്നില്ല. മറ്റൊരുവൻ പറഞ്ഞ വിശ്വാസത്തിന്മേൽ ജീവിക്കുന്നവരായിട്ട് മാറിയ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നില്ല. എങ്ങനെയാ അനുഭവിക്കാൻ പറ്റുന്നത്? ശിഷ്യന്മാരോട് പറയുന്നത് തന്നെയല്ലേ, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. നിനക്ക് മിശിഹായെ അനുഭവിക്കണമെങ്കിൽ നീ ഈശോയുടെ സന്നിധിയിൽ വരണം. അവന്റെ ഒപ്പം ഇരുന്ന് അവനെ കണ്ട് അവനെ കേട്ട് അനുഭവിച്ചറിയണം. മറ്റൊരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് നിനക്കൊരിക്കലും മിശിഹ അനുഭവം നേടിയെടുക്കാൻ പറ്റത്തില്ല. അവനെ അനുഭവിക്കണമെങ്കിൽ അവന്റെ സന്നിധിയിൽ കടന്നു വരുവാനായിട്ട് തയ്യാറാവണം. ഇന്നൊരു പക്ഷെ നമുക്ക് സമയമില്ല, തമ്പുരാന്റെ ഒപ്പം ഇരിക്കാനായിട്ടോ പ്രാർത്ഥിക്കാനായിട്ടോ സമയമില്ലാതെ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തില് ഒരിക്കലും മിശിഹാനുഭവം സ്വന്തമാക്കുവാനായിട്ട് പറ്റത്തില്ല. ഈ മിശിഹാനുഭവം സ്വന്തമാക്കാൻ പറ്റാതെ പോകുമ്പോൾ ജീവിതത്തില് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ഒറ്റപ്പെട്ടു പോകും. തമ്പുരാനെ നമ്മൾ തള്ളി പറയും. വിശ്വാസ ജീവിതത്തില് പോരായ്മകൾ സംഭവിക്കും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്കും മിശിഹായെ അനുഭവിച്ച വ്യക്തിപരമായ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം കേട്ടോ. അതുകൊണ്ട് തമ്പുരാന്റെ സന്നിധിയിൽ കൂടുതൽ സമയമിരിക്കുക, അവനെ കേൾക്കുക. അവന് ഇഷ്ടംപോലെ കാര്യങ്ങൾ നമ്മളോട് പറയാനായിട്ടുണ്ട് കേട്ടോ. ഈശോ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുന്നതാണ്. പക്ഷെ കേൾക്കാനായിട്ട് ഞാൻ മനസ്സാകുന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവം ഇഷ്ടംപോലെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരും. അതുകൊണ്ട് ശാന്തമായിട്ട് ദൈവസന്നിധിയിലായിരിക്കുവാനായിട്ട്, അവനെ കേൾക്കുവാനായിട്ട്, അവനെ കണ്ട് ജീവിതത്തില് അനുഭവിച്ചറിയുവാനായിട്ട്, ആ വിശ്വാസത്തില് അടിയുറച്ചു നിന്നുകൊണ്ട് പ്രതിസന്ധികളെ തരണം ചെയ്യുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.